അങ്ങനെ നമ്മുടെ പുതുവത്സര മുതൽ പുതുവത്സരത്തിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് പുതിയ ഗവർണർ. പഴയ ഗവർണറും പുതിയ ഗവർണറും ഒരു പ്രയോഗമാവട്ടെ. അദ്ദേഹം നിയുക്ത ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏൽക്കുകയാണ്. വളരെ മാന്യമായിട്ട് കേരള മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വിമാനത്താവളത്തിൽ ചെന്ന് പ്രോട്ടോകോൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ ഗവർണറെ സ്വീകരിച്ചു. ആരെ? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സ്വീകരിച്ചു. എല്ലാ ബഹുമതികളും കൊടുത്തുകൊണ്ട്. അങ്ങനെ ആ പടം മീഡിയ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ പുതിയ ഗവർണറെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. മറ്റു മന്ത്രിമാർ അടുത്ത് എല്ലാവരുടെ മുഖത്ത് ചിരി. ഈ പടം വെട്ടിയെടുത്ത് എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് വെച്ചോണം. കാരണം ഇങ്ങനെ ഒരു പടം ഇനി കിട്ടാൻ പറ്റുമെന്നുള്ള സംശയമുള്ളതുകൊണ്ടാണ്. കാരണം ഈ ചിത്രം ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഒരു ഓർമ്മയ്ക്കായിട്ട്. കാരണം എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പടം ഇനി ഇങ്ങനൊരു ചിത്രം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതുകൊണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പുതിയ ഗവർണർ സർക്കാരുമായിട്ട് വളരെ ചേർന്ന് പോകും. ചേർന്ന് പോകുന്നതാണ് മറ്റൊരു തരത്തിൽ അപകടം. ഈ ഫെവിക്കോള് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. പുതിയ ഗവർണർ വന്നിട്ട് ഫെവിക്കോള് പോലെ സംസ്ഥാന സർക്കാരായിട്ട് ചേർന്ന് പോകുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നേരത്തെ ഇരുന്ന ഗവർണർ ചേർന്ന് പോയില്ല എന്നുള്ളതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ബീഹാറിലേക്ക് പോയി. ബീഹാറിൽ നിന്ന് ഇദ്ദേഹം ഇങ്ങോട്ട് വന്നു. ഗോവക്കാരൻ, ഗോവ സ്വദേശിയായ പുതിയ അർലേക്കർ ഗവർണർ. ഇതിനകത്ത് വളരെ സംശയിക്കേണ്ട ഒരു വിഷയം, അദ്ദേഹം ഇങ്ങോട്ട് ഗോവയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ്, പുതിയ ഗവർണറായിട്ട് ചാർജ് എടുക്കാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ ഗോവ ഗവർണറെ കണ്ടിരുന്നു. ആരാണ് ഗോവ ഗവർണർ? നമ്മുടെ PS ശ്രീധരൻപിള്ള, BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, പിന്നെ മിസോറാം ഗവർണർ, ഇപ്പം ഗോവ ഗവർണർ. അപ്പോൾ ശ്രീധരൻപിള്ളയെ കണ്ട് അരമണിക്കൂർ ചർച്ച നടത്തിയിട്ടാണ് ഗോവയിൽ നിന്നും രാജ്ഭവനിലെത്തി ഗോവ ഗവർണറായ മലയാളിയായ ഇവിടുത്തെ BJP നേതാവായിരുന്ന PS ശ്രീധരൻപിള്ളയെ അദ്ദേഹം കണ്ട് ചർച്ച നടത്തി. എന്താണാവോ ശ്രീധരൻപിള്ള അദ്ദേഹം ഉപദേശിച്ചത് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. കേരളത്തിൽ പോയാൽ എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായ ഉപദേശം കേരളത്തിൽ ഇത്രയും കാലം ജീവിച്ച് പരിചയിച്ച, എല്ലാവരുമായിട്ട് നല്ല സൗഹൃദവും ബന്ധവും സൂക്ഷിക്കുന്ന BJPയിലെ അപൂർവ നേതാക്കളിൽ ഒരാളായ, രാഷ്ട്രീയം വിട്ട് രാഷ്ട്രീയത്തിന് പുറത്ത് അല്ലെ മറ്റു രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ വളരെ ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന PS ശ്രീധരൻപിള്ള എന്ന ഗോവ ഗവർണർ എന്തുപദേശമാണ് അർലേക്കർക്ക് കൊടുത്തത് എന്നുള്ളത് നമ്മുടെ ഒരു കൗതുകമാണ്, ഒരു ആകാംക്ഷ അതിൻ്റെ അകത്തുണ്ട്. വരും ദിവസങ്ങളിൽ അർലേക്കറിന്റെ പെരുമാറ്റം കാണുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് ശ്രീധരൻപിള്ള ഉപദേശിച്ചത് എന്ന്. എന്നാൽ ഈ പടം ചില്ലിട്ട് തൽക്കാലം നമുക്ക് സൂക്ഷിക്കാം. ഇനി ഈ രീതി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പടം നമുക്ക് പിന്നെ അങ്ങ് എടുത്ത് കളയുകയും ചെയ്യാം. വേറെ പുതിയ പടങ്ങൾ വരുമല്ലോ, സൗഹൃദത്തിന്റെ പടങ്ങൾ. എന്തായാലും ഈ കാര്യത്തിൽ ഇനി നയപ്രഖ്യാപനം വരികയാണ്. 17 നിയമസഭ ചേരാൻ പോകുന്നത് ജനുവരി 17-ന്. ഗവർണറുടെ പ്രസംഗം തയ്യാറാക്കുന്നത് മന്ത്രിസഭയാണ്. അതിന് മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചു കഴിഞ്ഞു. അവർ ഗവർണർക്കുള്ള പ്രസംഗം തയ്യാറാക്കി അടുത്ത ദിവസം ഗവർണറെ ഏൽപ്പിക്കും. അതെല്ലാം വായിച്ചു നോക്കിയിട്ട് വെട്ടും തിരുത്തും ഉണ്ടെങ്കിൽ അത് തിരുത്തി വെട്ടിയൊക്കെ ബാക്കി എങ്ങനെ വേണമെന്നുള്ളത് തിരിച്ച് അയക്കാനുള്ള ഒരു അവകാശം ഗവർണർക്കുണ്ട്. അങ്ങനെ അയച്ചാലും മന്ത്രിസഭ ഉപസമിതിയും മന്ത്രിസഭയും ഫൈനലായിട്ട് അംഗീകരിക്കുന്ന ഇതാണ് പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രസംഗം വായിക്കേണ്ടുന്ന ഉത്തരവാദിത്തം ഗവർണർക്കുണ്ട് എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. പിന്നെ ഭരണഘടനയിൽ പറയുന്നതൊക്കെ അതേപടി എല്ലാ ഗവർണർമാരും ചെയ്യണമെന്നില്ല. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ മുഴുവൻ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനകത്ത് പുള്ളി ചിലത് വിട്ടുകളഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗം പുള്ളി ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊക്കെ അതിനെയൊക്കെ മാനിച്ച് അംഗീകരിച്ചു കൊടുത്തു. എന്തായാലും പുതിയ അർലേക്കറും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഈ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി മിക്കവാറും വ്യക്തമാകും അടുത്ത ഒരു 10 ദിവസത്തിനകത്ത്. അപ്പൊ ഇതിനിടയിൽ ശ്രീധരൻപിള്ളയുടെ ഉപദേശം കൂടി എന്തായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും പുതിയ ഗവർണർക്ക് പുതുവത്സരത്തിൽ ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു.